നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. അദ്ദേഹം തലസ്ഥാനം വിട്ടു എന്നുള്ള വാർത്തകളാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ആയിട്ടാണ് ക്ലിഫ് ഹൗസിൽ 10 വർഷത്തോളമാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ 10 വർഷത്തിന് ശേഷം അദ്ദേഹം ക്ലിഫ് ഹൗസിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ്. 10 വർഷം നീണ്ട ഭരണത്തിന് വിട ചൊല്ലി തലസ്ഥാനം വിടുന്നതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. വിവിധ വകുപ്പ് മേധാവികളെ അദ്ദേഹം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം പ്രത്യേകം നന്ദി പറയുന്ന ചടങ്ങുകളൊക്കെ തന്നെ നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ വകുപ്പ് അധ്യക്ഷന്മാരെയും നേരിൽ കണ്ട് സഹകരണത്തിന് വളരെ കൃതജ്ഞതയോടുകൂടി അദ്ദേഹം നന്ദി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. വീണ്ടും കാണാം എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹം യാത്ര പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ തൊഴിലാളി ദിനമായതിനാൽ ഉച്ചവരെ തലസ്ഥാനത്തുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ എത്തിയിരുന്നില്ല. ആഴ്ചകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എക്സിറ്റ് പോളും കടന്ന് കേരളം ഫലപ്രഖ്യാപനത്തിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ തലവിധി എന്താണെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്, 72 മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഭരണ തുടർച്ച ഉണ്ടാകുമോ അതോ മാറ്റത്തിൻ്റെ കാറ്റ് വീശുമോ എന്ന ചോദ്യത്തിന് 3 ദിവസത്തിനപ്പുറം ഉത്തരമാകും. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരുപോലെ ആവേശവും ആശങ്കയും സൃഷ്ടിച്ചതിൻ്റെ സമ്മിശ്ര വികാരത്തിലാണ് രാഷ്ട്രീയ ക്യാമ്പുകൾ. വോട്ടെണ്ണലിനുള്ള ഒരുക്കം വരണാധികാരികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. പോളിംഗ് ബൂത്തുകളിലെ നീണ്ട നിരയിലും നിശബ്ദ അടിയൊഴുക്കിലൂടെ ആരുടെ തളർച്ചയും പടർച്ചയുമാണ് എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചെന്ന് UDF അടിവരയിടുമ്പോൾ അങ്ങനെയൊന്ന് എവിടെയും പ്രകടനമായിരുന്നില്ലെന്നാണ് അവസാന നിമിഷങ്ങളിലും LDF വിലയിരുത്തുന്നത്. പുറമെ ആശ്വസിക്കുമ്പോഴും മന്ത്രിമാരടക്കം കടുത്ത മത്സരം നേരിട്ടതും പിന്നാലെ എക്സിറ്റ് പോൾ പ്രഹരവുമെല്ലാം ഇടതുമുന്നണിയെ പൊളിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഇനി ഇപ്പോൾ ഒരു വിശ്രമ ജീവിതത്തിനായിട്ട് പോയിരിക്കുകയാണ്. തിരിച്ചെത്തുമോ അതേ മുഖ്യമന്ത്രി കസേരയിലേക്ക്, അല്ലെങ്കിൽ അതേ ക്ലിഫ് ഹൗസിൻ്റെ വാതിൽ തുറന്ന് അദ്ദേഹം എത്തുമോ, അതോ ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതം വിശ്രമ ജീവിതമായി കണ്ണൂരിൽ തന്നെ അദ്ദേഹം കൂടുമോ എന്നുള്ളത് കൂടി അറിയാൻ, അതായത് ഇനി 2 ദിവസം കൂടി കാത്തിരുന്നേ മതിയാകും. മുഖ്യമന്ത്രി തലസ്ഥാനം വിട്ട വാർത്തകൾക്ക് താഴെ സമൂഹ മാധ്യമത്തിൽ കടക്ക് പുറത്തെന്ന കമന്റുകളുടെ തൃശൂർ പൂരമാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ ഒരു മുഖ്യമന്ത്രി പോലും ഇത്രയും വെറുക്കപ്പെട്ട് പടിയിറങ്ങിയിട്ടില്ല. ഫലം വന്നില്ലെങ്കിലും ഫലത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇലക്ഷന് തൊട്ടു മുമ്പ് പിണറായി സ്ഥലകാല ബോധം മറന്നാണ് പ്രതികരിച്ചത്. പ്രായത്തിന്റെ അവശതയും ക്ഷീണവുമാണ് കാരണമെന്ന് പറയാനാവില്ല. PR വർക്കിന്റെ ഭാഗമായി നടത്തുന്ന ഇന്റർവ്യൂകളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ സ്നേഹമായും പക്വതയുമുള്ളതാണ്. എന്നിട്ടും വാർത്താ സമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും അദ്ദേഹം തട്ടിക്കയറി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയായ CPM നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂപ്പുകുത്തുമെന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു. ശക്തിയുള്ള ശാന്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ 50 സീറ്റിന് മുകളിൽ ഇടതുമുന്നണിക്ക് കിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് സ്വന്തം പാർട്ടി പ്രവർത്തകരോട് കയർത്ത പിണറായി കൊല്ലത്ത് മാധ്യമപ്രവർത്തകരെയും കടന്നാക്രമിച്ചു. തുടർഭരണം കിട്ടില്ലെന്ന് ഉറപ്പ് മുഖ്യമന്ത്രിക്ക് കിട്ടിയത് കാരണം അദ്ദേഹത്തിന്റെ തുടർ പ്രതികരണങ്ങൾ ഇത്തരത്തിൽ തന്നെയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യത്തിൽ നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അസാധാരണമായ പ്രതിഷേധ നാടകങ്ങളുണ്ടായി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പാർട്ടി മുഖപത്രങ്ങൾക്കും ചാനലുകൾക്കും മാത്രം മുൻഗണന നൽകുന്നു എന്ന് ആരോപിച്ചായിരുന്നു മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. ഇത് മോശമാണ്. CMA കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പോരാ എന്ന് മാധ്യമപ്രവർത്തകർ പരസ്യമായി വിളിച്ചു പറഞ്ഞതോടെ വാർത്താ സമ്മേളനം സംഘർഷഭരിതമായി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കാനും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനുമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം CPM അനുഭവമുള്ള മാധ്യമങ്ങൾക്ക് മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നൽകുന്നുവെന്നും മറ്റുള്ളവരെ അവഗണിക്കുന്നുവെന്നും പ്രതിഷേധിച്ചവർ ആരോപിച്ചു. മുഖ്യമന്ത്രി മറുപടി നൽകാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഇവരുടെ ചോദ്യങ്ങൾ ആദ്യം വരും, പിന്നീട് സമയമായെന്ന് പറഞ്ഞ് പിണറായി പോകും. SDPIയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ ഇയാൾക്ക് എന്തോ സൂക്കേടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ വാർത്താ സമ്മേളനത്തിനും പ്രസക്തി ഏറെയായിരുന്നു. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു മടങ്ങിയ മുഖ്യമന്ത്രി വീണ്ടും തിരിച്ചെത്തി മൈക്കിന് മുന്നിലിരുന്നു.
3 ചോദ്യങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയതോടെ മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതോടെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേറ്റുപോയ മുഖ്യമന്ത്രി തിരിച്ചു വന്നിരുന്ന മറുപടി നൽകുകയായിരുന്നു. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരെന്നും സമയം കഴിഞ്ഞെന്നും അതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SDPI CPIM ഡീൽ ആരോപണമടക്കമുള്ള ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകൻ ചോദിക്കാൻ ശ്രമിച്ചത്. ഇത്രയും അഹങ്കാരം വേണോ എന്ന് കേരളം ചോദിച്ച നിമിഷങ്ങളായിരുന്നു അത്. മുഖ്യമന്ത്രി പത്രസമ്മേളനം നിർത്തിപ്പോയതോടെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു. സംവാദം വേണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. 10 വർഷത്തെ റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ട മുഖ്യമന്ത്രി അതിലെ പാളിച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ ഭയപ്പെടുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നേമത്തെ സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഒരുപോലെ സംവാദ വെല്ലുവിളി നടത്തുമ്പോഴും മാധ്യമങ്ങളോട് സംവദിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ഇരട്ടത്താപ്പാണെന്ന് ചർച്ചകൾ ഉയർന്നു. ഇത്തരം സംഘർഷങ്ങളെ CPM കേന്ദ്ര നേതൃത്വം അതിഗൗരവത്തോടെയാണ് കാണുന്നത്. മുമ്പ് മുഖ്യമന്ത്രിയുടെ ഇത്തരം വിമർശനങ്ങളെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പരസ്പരം വിമർശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ ഇത്തരം സംഭവങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചു. വികസന ചർച്ചകൾക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളോടുള്ള സമീപനം പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറി. എല്ലാ ദിവസവും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടു. അതെല്ലാം പാർട്ടിക്ക് വിനയായി. ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങൾ എല്ലാവരും ചോദിച്ചു. ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. മറുപടി വിശദമായി പറഞ്ഞു. നിങ്ങളിൽ ചിലരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. അത് ചോദിച്ചാലല്ലേ ഉത്തരം പറയാൻ പറ്റൂ. പത്രസമ്മേളനത്തിൽ എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചെന്ന് വരില്ല. സമയം കഴിഞ്ഞതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. മുഖ്യം പോയതോടെ CPM ക്യാപ്സ്യൂളുമായി രംഗത്തിറങ്ങി. മുഖ്യമന്ത്രിയോട് സംസാരിച്ച മാധ്യമ പ്രവർത്തകർ കോൺഗ്രസുകാരനാണെന്നാണ് പ്രധാന ആക്ഷേപം. ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലും സഖാക്കൾ എഴുതി. ചില സൈബർ ഗ്രൂപ്പുകൾ മാധ്യമ പ്രവർത്തകനെ കൈകാര്യം ചെയ്യണമെന്ന് വരെ എഴുതി. വിജയരാഘവൻ പറഞ്ഞത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വർത്തമാനമാണ്. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്ന് CPM നേതാവ് A വിജയരാഘവൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകർ പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിച്ച് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വത്തെ ആക്ഷേപിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ ഇതേ വിജയരാഘവന് തന്നെ പിണറായിയുടെ നീക്കത്തിൽ അസ്വസ്ഥതയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുള്ള മേൽക്കൈ ഇല്ലാതാക്കാൻ മുഖ്യമന്ത്രിയുടെ നോട്ടം, ഉച്ചാരണ ശുദ്ധി, സമീപന രീതി എന്നിവയൊക്കെ മുറിച്ചെടുത്ത് വ്യക്തിപരമായി അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുന്ന പ്രചാര വേലകളാണ് നടക്കുന്നത്. ഇതെല്ലാം കേരളം നിരാകരിക്കാൻ പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യമന്ത്രിയുടെ മാത്രം ചിത്രം വെക്കുന്നതിനെയും അദ്ദേഹം ന്യായീകരിച്ചു. തനിക്ക് അറിയാവുന്ന പിണറായി വിജയൻ വ്യക്തിപൂജ ഇഷ്ടപ്പെടുന്നയാളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതീകമായാണ് പിണറായിയുടെ ചിത്രം വെക്കുന്നത്. പാർട്ടി വിട്ടുപോയവർക്ക് പഴയ 2000 രൂപയുടെ നോട്ടിന്റെ വിലയുള്ളൂ. മുൻമന്ത്രി G സുധാകരൻ പാർട്ടിയോട് കാണിച്ചത് വഞ്ചനയാണ്. KR ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോൾ കടുത്ത വിമർശനം നടത്തിയ ആളാണ് സുധാകരനെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഡിസംബർ 11 കണ്ണൂരിലെ തദ്ദേശ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ചോദ്യമുയർത്തി. സ്ത്രീ ലംഘടന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്നാണ് പിണറായി ചോദിച്ചത്. ലക്ഷ്യം കോൺഗ്രസും UDF-ഉമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻനിർത്തിയുള്ള CPM പ്രചാരണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ വകയൊരു പഞ്ച് ഡയലോഗ്. CPM സൈബർ സേന ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ ഈ ചോദ്യം ഏറ്റെടുത്തു. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വൈകിയില്ല. അടിച്ചും തിരിച്ചടിച്ചും സംഗതി കൊഴുത്തു.